ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ട്രാൻസിഷൻ്റെ ട്യൂട്ടോറിയലാണ്. സോ ലൈറ്റ് മോഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. കൂടാതെ ലൈറ്റ് മോഷൻ്റെ XML ഫയലിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്കിങ്ങനെയാണ് ലൈറ്റ് മോഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലൈറ്റ് മോഷനിൽ നമ്മുടെ കട്ട്സൊക്കെ ആഡാക്കി സെറ്റാക്കി വെക്കാം. സോ ചെറിയൊരു ബേസിക് ആയിട്ടുള്ള ട്രാൻസിഷനും ആഡാക്കി സെറ്റാക്കി വെച്ചിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ലെയർ ക്ലിക്ക് ചെയ്ത് ആഡ് എഫക്റ്റ് കൊടുത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്തോ. ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്തിട്ട് അതിൽ 2 ടിക്ക് മാർക്ക് കൊടുത്ത് 2 എണ്ണം എനേബിൾ ചെയ്തിട്ട് ബാക്ക് അടിച്ച് പിന്നെ എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് സെക്കൻഡായിട്ട് നമുക്ക് ഓക്സിലേറ്റ് ഷേക്ക് എന്ന് പറഞ്ഞ എഫക്റ്റ് ആണ് ആഡ് ചെയ്യുന്നത്. സോ ഓക്സിലേറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് സെർച്ച് ചെയ്ത് ആഡ് ചെയ്ത് സോ ഇതിൻ്റെ ആംഗിൾ നമുക്കൊരു 90 ആക്കി കൊടുക്കാം. ഒരു 90 എബോവ് ആക്കി കൊടുത്തിട്ട് അതിൽ ഫ്രീക്വൻസി വന്ന് നമുക്ക് ഒരു 2.15 ആക്കി കൊടുക്കാം. ഫ്രീക്വൻസി 2.15 ആക്കി കൊടുക്കാം. അതിൽ മാഗ്നിറ്റ്യൂഡ് നമുക്കൊരു 200 ഫസ്റ്റ് തന്നെ ഒരു 0 ആക്കിയിട്ട് പിന്നത്തെ കീ ഫ്രെയിമിൽ ഫസ്റ്റ് തന്നെ കൊണ്ടുപോയി ഒരു 215 ആക്കി കൊടുക്കാം. 215 ആക്കിയിട്ട് അത് നമുക്ക് ജസ്റ്റ് ഫസ്റ്റിലേക്ക് കൊണ്ടുപോകാം. കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് കൊണ്ടുപോയി ജസ്റ്റ് ഒരു ഗ്രാഫ് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു ഗ്രാഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രാഫും കൂടെ ആഡ് ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ആഡ് എഫക്റ്റ് കൊടുത്ത് ഓക്സിലേറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് പിന്നെ ആഡ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആംഗിളിൽ നമുക്കൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് ആംഗിളിൽ ഫസ്റ്റ് തന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് അത് ഫസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് വന്ന് അതിൻ്റെ വാല്യൂ ഒരു 114 ആക്കി കൊടുക്കാം. 140 ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു ഗ്രാഫ് കൂടെ അതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ ബാക്ക് അടിച്ചിട്ട് അടിയിലായിട്ട് നമുക്ക് ഫ്രീക്വൻസി കാണും. സോ ഫ്രീക്വൻസിയുടെ വാല്യൂ നമുക്കൊരു 8 ആക്കി കൊടുക്കാം. ഫ്രീക്വൻസിയുടെ വാല്യൂ നമുക്ക് 8 ആക്കിയിട്ട് ജസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് അത് ഫസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമുക്കൊരു 1.18 ആക്കി കൊടുക്കാം. 1.18 അല്ലെങ്കിൽ 2 ആക്കി കൊടുക്കാം. സോ എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു ഗ്രാഫ് കൂടെ അതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് മാഗ്നിറ്റ്യൂഡാണ്. സോ അതിൻ്റെ വാല്യൂ നമുക്കൊരു 187 ആക്കി കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് അതിൻ്റെ വാല്യൂ 187 ആക്കിയിട്ട് 187 ആക്കി ഒരു കീ ഫ്രെയിം അതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് അത് ജസ്റ്റ് ഫസ്റ്റ് കൊണ്ട് പിന്നെ ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് അതിൻ്റെ വാല്യൂ നമുക്കൊരു 47 ആക്കി കൊടുക്കാം. 47 ആക്കി കൊടുത്തിട്ട് പിന്നെയും നമുക്കൊരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് അതിൻ്റെ വാല്യൂ 0 ആക്കിയിട്ട് അത് ലാസ്റ്റ് എൻഡിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു ഗ്രാഫ് കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്രാഫൊക്കെ സെറ്റ് ആക്കിയിട്ട് നേരെ നമുക്ക് ബാക്ക് അടിക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ആഡ് എഫക്റ്റ് കൊടുത്ത് മോഷൻ ബ്ലർ എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. മോഷൻ ബ്ലർ എന്ന് പറഞ്ഞ എഫക്റ്റ് സെർച്ച് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വാല്യൂ ഒക്കെ കുറച്ച് കൂട്ടിയും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ അത് നിങ്ങളുടെ കട്ട്സിനനുസരിച്ച് സെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ ബാക്ക് അടിച്ച് ജസ്റ്റ് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോവാം. എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് നമുക്ക് ആഡ് എഫക്റ്റ് കൊടുത്ത് ഓട്ടോ ഷേക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ഓട്ടോ ഷേക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് അത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് കൂടെ ആഡ് ആക്കിയിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കൊരു 108 ആക്കി കൊടുക്കാം. ഒരു 118 ആക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഫ്രീക്വൻസി നമുക്കൊരു 12 ആക്കി കൊടുക്കാം. എന്നിട്ട് നേരെ ബാക്ക് അടിച്ച് നമുക്ക് ആഡ് എഫക്റ്റ് കൊടുത്ത് RGB സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് ജസ്റ്റ് സെർച്ച് ചെയ്ത് ആഡ് ചെയ്യാം. RGB സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് സെർച്ച് ചെയ്ത് ആഡ് ചെയ്ത് അതിൻ്റെ വാല്യൂ നമുക്കൊരു ഫസ്റ്റ് തന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. 0 ആക്കിയിട്ട് പിന്നെ എൻഡിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ ഒരു 13 ആക്കി കൊടുക്കാം. 13 ആക്കിയിട്ട് അത് കൂട്ടിയിട്ട് അതിൽ നമുക്ക് കർവ് നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു രണ്ടാമത്തെ കർവ് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റിലെ കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ വ്യത്യാസം. എന്നിട്ട് നമുക്ക് അവിടെ താഴെ കാണുന്ന 3 ലൈൻ ക്ലിക്ക് ചെയ്ത് കോപ്പി എഫക്റ്റ് കൊടുത്ത് വേറെ കട്ട്സിലൊക്കെ ഇത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ RGB ലൈറ്റിൻ്റെ ഇത് കൂടുതലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ട്രെങ്ത്തിൽ പോയിട്ട് അതിൻ്റെ വാല്യൂ ഒക്കെ കുറച്ചിട്ട് കൊടുക്കാം. അത് കൂടുതലുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് കൊടുത്ത് അത് കോപ്പി ചെയ്ത് നമുക്ക് എല്ലാത്തിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ എല്ലാത്തിലും കോപ്പി എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. സോ ഇത്രയോളം നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ ബൈ.